കേരളത്തിന് പുറത്തുള്ള മനുഷ്യർ സമാധാനപൂർവമായ ജീവിതം നയിക്കാൻ കേരളത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കല്ലേ? അത്തരമൊരു അവസ്ഥയിലേക്ക് കേരളം ഉയർത്തില്ലേ? എന്തുകൊണ്ടാണ് ഇത് കഴിയുന്നത്? LDF അല്ലെങ്കിൽ കഴിയോ? LDF അല്ലെങ്കിൽ ആലോചിക്കാൻ പറ്റുമോ? LDFന് വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ല. ഒരു വർഗീയതയെയും ചാരി നിൽക്കില്ല, ഒരു വർഗീയതയെയും സംരക്ഷിക്കില്ല. എല്ലാ വർഗീയതയോടും വിട്ടുവീഴ്ചയിലാണ് സമീപനമാണ്. എവിടെയെങ്കിലും വർഗീയ സംഘർഷത്തിന്റെ ശ്രമം ആരംഭിച്ചാൽ കർക്കശമായി ഇടപെടും. അങ്ങനെയാണ് ഈ നില ആർജിക്കാൻ നമുക്ക് കഴിയും. കേരളത്തിലെ വർഗീയ സംഘടനകളില്ലേ? ചില വർഗീയ സംഘടനകൾക്ക് രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്ത് കേരളത്തിലാണെന്ന് അവകാശപ്പെടുന്നത്. കലാപം കൂടെ നടന്നിട്ടില്ലേ? എത്ര കലാപം, ഏതെല്ലാം തരത്തിലുള്ള, എത്ര പേര് ജീവൻ നഷ്ടപ്പെട്ടു, എത്ര ആളുകൾക്ക് മാരകമായ പരിക്കേറ്റു, വീടുകളും സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആക്രമിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളില്ലേ? കൊള്ളയടിച്ച സംഭവങ്ങളില്ലേ? എല്ലാം കേരളത്തിലുണ്ടായിട്ടില്ലേ? അതിനെല്ലാം പൂർണ്ണവിരാമം ഈ കഴിഞ്ഞ 10 വർഷം. എന്തുകൊണ്ട്? LDF അവിടെയാണ് LDF. അപ്പൊ എന്തുകൊണ്ട് LDF എന്ന് ചോദിക്കുമ്പോ ഇതുകൊണ്ടൊക്കെ തന്നെ LDF എന്നാണ് നാട്ടുകാർ പറയാനിടയുന്ന മറുപടി. ഈ അവസ്ഥയിലാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനിയും മുന്നോട്ട് നീങ്ങണം, ഇനിയും പുരോഗതി നേടണം. നമ്മുടെ നാടിന്റെ പുരോഗതിക്ക്, നമ്മുടെ നാടിന്റെ വികസനത്തിന് LDF ആണ് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും LDF ആണ് അർപ്പണബോധത്തോടെ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതെന്നും ജനങ്ങൾക്കാകെ ബോധ്യമുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ല പുരോഗതി നമുക്ക് നേടാനായിട്ടുണ്ട്. ഒരു നാടിന്റെ പുരോഗതി, ഒരു സംസ്ഥാനത്തിന്റെ പുരോഗതി സംസ്ഥാനം ഒറ്റക്ക് നേടേണ്ട ഒരു കാര്യമല്ല. നമ്മളിതൊരു ഫെഡറൽ രാജ്യമാണ്. സംസ്ഥാനവും കേന്ദ്രവും അതിൽ പങ്കുവയ്ക്കണം. നമ്മുടെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ പങ്ക് എന്താണ്? അങ്ങേയറ്റം നിഷേധാത്മകമായ പങ്കാണ്. അതാണ് നമ്മുടെ നാടിന്റെ ദൗർഭാഗ്യകരമായ അവസ്ഥ. ഒരു നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായ പിന്തുണ ലഭിച്ചില്ല എന്നതാണ് നമുക്കുള്ള വേദന. ഇവിടെ ഒരുപാട് ദുരിതങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. 2018 മഹാപ്രളയം, തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതി, അതിൽ നിന്നൊരു ശ്വാസം കഴിക്കാൻ കഴിയുന്നതിന് മുൻപ് വന്ന ലോകത്യാഗി വർദ്ധിപ്പിച്ച കോവിഡ് മഹാമാരി, അതിന് എല്ലാം മുൻപ് ഓക്കിയും നിപ്പയും, അങ്ങനെ പലതരത്തിലുള്ള ദുരന്തങ്ങൾ. ഇതിലേതെങ്കിലും നമുക്ക് അർത്ഥമായ സഹായം കേന്ദ്രത്തിൽ ലഭിച്ചു. 18 മഹാപ്രളയം നൂറ്റാണ്ടിലെ മഹാപ്രളയമായിരുന്നു. നമ്മുടെ നാടിനെ തകർത്തെറിയുകയും നമുക്ക് സഹായം വേണമായിരുന്നു. സഹായം തന്നില്ല. മറ്റു രാജ്യങ്ങൾ സഹായിക്കാൻ തയ്യാറായി. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറഞ്ഞു. അത്രമാത്രം കേരളത്തോട് ഒരുതരം പ്രതികാരമുണ്ട്. രക്ഷപ്പെടരുത് കേരളം എന്ന ചിന്ത അതല്ലേ ഇന്ന്. ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂർമല ദുരന്തം എല്ലാവരും പ്രതീക്ഷിച്ചു കേന്ദ്ര സഹായം ലഭിച്ചോ? ഇല്ലല്ലോ. ഇവിടെ നമ്മുടെ ജനസംഖ്യ, രാജ്യത്തെ ജനസംഖ്യയുടെ 2.5%. നമുക്ക് കിട്ടുന്ന നികുതി വിഹിതം 1.9. ജനസംഖ്യാനുപാതികമായി നികുതി വിഹിതം കിട്ടണ്ടേ? അതിൽ വെട്ടിക്കൊടുക്കും.
നമ്മുടെ സംസ്ഥാനത്തിന് നൽകേണ്ട കേന്ദ്ര വിഹിതത്തിൽ എല്ലാം വെട്ടിക്കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസനത്തിന് വായ്പ എടുക്കേണ്ടതായിട്ടുണ്ട്. വായ്പയെടുത്ത് ചെലവഴിക്കുന്നത് വികസന പദ്ധതികൾക്കാണ്. നമ്മുടെ വായ്പ എടുത്ത തുകകൾ ചെലവഴിച്ചത് 90% വികസന മൂലധന ചെലവുകൾക്കാണ്. എന്ന് പറഞ്ഞാൽ ആ പൈസ തന്നെ പിന്നീട് പൈസ ഉണ്ടാക്കും. ആ ചെലവിട്ട പൈസ വരുമാനം ഉണ്ടാക്കും. പക്ഷേ നമുക്ക് അർഹതപ്പെട്ട വായ്പ എടുക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിക്കുക, ആ പരിധി വെട്ടിക്കുറച്ചു. മാത്രമല്ല കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ സംസ്ഥാന വായ്പയായി തീരും. കിഫ്ബിയെ പോലെ തന്നെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി. അവർക്കെടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെന്റ് വായ്പയാണ്. പക്ഷെ നമ്മളത് കേന്ദ്ര ഗവൺമെന്റ് വായ്പയാണ് എന്ന നിലയിൽ കണക്കാക്കി, സംസ്ഥാന ഗവൺമെന്റ് വായ്പയാണ് എന്ന നിലയിൽ കണക്കാക്കി അത് വെട്ടിക്കൊടുക്കും. ഇങ്ങനെയുള്ള ഒരുപാട് വിവേചനങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടിയിരിക്കും. ഒരുതരം സാമ്പത്തിക ഉപരോധം, സാമ്പത്തികമായി ലഭിക്കൽ, ശ്വാസം മുട്ടിക്കൽ. നാം പ്രക്ഷോഭം നടത്തി, കേന്ദ്ര ഗവൺമെന്റ് പല നിവേദനങ്ങൾ നടത്തി, ഒന്നിനും ഫലമില്ല. അവസാനം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി നമ്മുടെ വാദം കേട്ടു. കേരളം പറയുന്നത് കണക്കൊണ്ട് വെച്ചുകൊണ്ട് ഭരണഘടനാ ബെഞ്ച് വിശദമായി പരിശോധിക്കട്ടെ എന്ന് നിർദ്ദേശിച്ചു. ഇപ്പൊ പരിശോധനയിലാണ്. എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കാരണം? ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളം രാജ്യത്തിന് അനുകൂലമായ ഒരു സംസ്ഥാനമാണോ? രാജ്യത്തിന് എത്രയോ നേട്ടങ്ങൾ നൽകിയ സംഭാവന ചെയ്ത ഒരു നാടാണ് കേരളം. പിന്നെ എന്താ പ്രശ്നം? രാജ്യത്തെ കേന്ദ്രഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബിജെപിയാണ്. ആ ബിജെപിയുടെ നേതൃത്വം ആർഎസ്എസിനാണ്. ആർഎസ്എസും ബിജെപിയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കുറച്ച് വളർന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ അവർക്ക് സ്വീകാര്യം ലഭിക്കുന്നില്ല. കേരളം ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരന്മാരായി ജീവിക്കുന്ന ഒരു നാടാണ്. മതനിരപേക്ഷതയുടെ വിളനിലമാണ്. അതുകൊണ്ട് തന്നെ ആർഎസ്എസിനെയും ബിജെപിയെയും ഉൾക്കൊള്ളാൻ കേരളവും കേരളീയരും തയ്യാറല്ല. അതിനോടുള്ള വിരോധം, പക, വിദ്വേഷം, അതാണ് കേരളത്തെയും ജനങ്ങളെയും തകർക്കുന്ന നിലപാടുകളിലേക്ക് എത്തിച്ചത്. ഇത് ബിജെപിയുടെ കാര്യം. നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസും യുഡിഎഫും അവർക്കെന്താ പ്രശ്നം? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഏതെങ്കിലും ഘട്ടത്തിൽ ശബ്ദിക്കാൻ അവർ തയ്യാറായി, കേരളത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായി. പാർലമെന്റില് നിരനിരയായി യുഡിഎഫ് എംപിമാരാണെന്ന് ഉണ്ടായിരുന്നത്. അവരാരെങ്കിലും കേന്ദ്രത്തോട് അരയക്ഷരം സംസാരിച്ചു? അരുത് എന്ന് പറയാൻ തയ്യാറായി, കേരളത്തെ തകർക്കരുത് എന്ന് പറയാൻ തയ്യാറായി. എന്താണ് കേന്ദ്രം ആഗ്രഹിക്കും വിധം കേരളം തകരട്ടെ എന്ന വികാരത്തോടൊപ്പം നിൽക്കാൻ? എന്തുകൊണ്ടാണ് ബിജെപിയുടെ മനസ്സിൽ നേരിയ മുഷിച്ചൽ പോലും ഉണ്ടാകുന്നതെന്ന നിർബന്ധം കോൺഗ്രസിനും യുഡിഎഫിനുമാണ്? നമ്മൾ കാണേണ്ടത് 2018 മഹാപ്രളയം 2 വർഷം മുൻപ് ഈ കേരളം ഭരിച്ചവരല്ലേ? പലവട്ടം ഭരിച്ചവരല്ലേ? അങ്ങനെ മുൻപൊക്കെ ബിജെപി ചിന്തിക്കുന്ന പോലെ കേരളം തകരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ബിജെപിയോടൊപ്പം നിൽക്കാൻ കഴിയോ? നമ്മുടെ അനുഭവത്തിൽ അവർ നിന്നല്ലേ കണ്ടത്. എന്തായിരുന്നു കാരണം?
LDF-നുള്ള വിരോധം. LDF-നുള്ള വിരോധം LDF-നോട് എതിർക്കേണ്ടത് നാടിനോടും ജനങ്ങളോടുമാണ്. നാടിന്റെ വികസനത്തെ തടഞ്ഞുകൊണ്ടാണ്. പക്ഷേ അവർ നിലപാട് സ്വീകരിച്ചതാണ്. ഞങ്ങൾ അവരെ ക്ഷണിച്ചു. കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭത്തിന് പോകുമ്പോൾ ഞങ്ങൾ ഒറ്റക്കാവേണ്ട, ഇത് നാടിന്റെ പൊതുവായ പ്രശ്നമാണ്, നിങ്ങളും കൂടി വാ എന്നവരെ ക്ഷണിച്ചു. ഇല്ല, ഞങ്ങളില്ല എന്ന നിലപാട്. എന്താണ് LDF-ന്റെ കാര്യമായിരുന്നു? നാടിന്റെ കാര്യമില്ലേ? ജനങ്ങളുടെ കാര്യമില്ലേ? അപ്പൊ നാം കാണേണ്ടത് BJP-യും LDF-ഉം, BJP-യും UDF-ഉം കോൺഗ്രസും നമ്മുടെ നാടിന്റെ കാര്യത്തിൽ സ്വീകരിച്ച സമീപനം എന്ത് എന്നാണ്? അത് വ്യക്തമാണ്. BJP-യും UDF-ഉം കേരളം തകരട്ടെ എന്ന സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ അവരാഗ്രഹിച്ചതുപോലെ നടന്നില്ല. നമ്മുടെ അതിജീവനം ശക്തമായി നടന്നു. ലോകവും രാജ്യവും ആശ്ചര്യപ്പെട്ടു. എങ്ങനെയാണ് ഈ നാടിനെ ഇത്രയും നല്ല രീതിയിൽ അതിജീവനം നടത്താൻ കഴിയുന്നത്? നമുക്കതിൽ ആശ്ചര്യമില്ല. നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങൾ ഒരുമയോടെ ഐക്യത്തോടെ അണിനിരന്നു. ആ ഒരുമയും, നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും, അതാണ് ഒന്നും അസാധ്യമല്ല എന്ന നില കേരളത്തിൽ ഉണ്ടാക്കിയത്. അതിന്റെ ഭാഗമായാണ് നല്ല രീതിയിൽ അതിജീവനം നടത്താൻ നമുക്ക് കഴിയുന്നത്. ഞങ്ങളുടെ അനുഭവം, ഞങ്ങൾ ജനങ്ങളെയാണ് വിശ്വാസത്തിലെടുക്കുന്നത്, ജനങ്ങളോടാണ് ചേർന്ന് നിന്നത്. ജനങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലവും നല്ല വിശ്വാസത്തോടെ തന്നെ ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ ജനങ്ങളും വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അതേ വിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ തവണ നിന്ന് വിജയിച്ച് നല്ല രീതിയിൽ കേരളത്തിന് സംഭാവന നൽകിയ ഒരു മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച P. രാജേന്ദ്രനെ തന്നെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ഏത് കണക്ക് നോക്കിയാലും നല്ലതുപോലെ വിജയിച്ചു വരേണ്ട സ്ഥാനാർത്ഥിത്വമാണ് P. രാജേന്ദ്രൻ. വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് സമ്മാനിച്ച് വിജയിപ്പിക്കുക എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിപ്രായം.